പലർക്കും പേര് പോലും പറയാതെ മനസ്സിലാവുന്ന സിനിമയായിരിക്കും ഇത്. സിംഗം 1. സിംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താപ്പ പറയാ? ദുരൈ സിംഗം. ഈ ക്യാരക്ടർ സർക്കിൾ ഇൻസ്പെക്ടർ ദുരൈ സിംഗത്തിന്റെ ഒരു അഴിഞ്ഞാട്ടം 2010 തിയേറ്ററിലുള്ള ആളുകൾ കണ്ടു. സൂര്യ ഫാൻസ് എന്നും ആഘോഷിക്കുന്ന ഒരു കിടിലൻ മാസ് പടം എന്ന് പറഞ്ഞാൽ അതെന്നും ഈ സിനിമ തന്നെയായിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇനിയൊരു ഹൈ വോൾട്ടേജ് മാസ് സ്കോപ്പ് മൂവി എടുക്കാൻ ചിലപ്പോൾ തമിഴ് സിനിമയിൽ ആർക്കും പറ്റിയെന്ന് വരില്ല. ഇതൊരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ച സിനിമയായിരുന്നു. ഈ ഇതേ സിനിമയുടെ സംവിധായകനായ ഹരിയുടെ സാമ്യമുണ്ട്. അതൊക്കെ വേറെ ലെവലാണെങ്കിലും ഇതെന്ന് പറയുമ്പോൾ സൂര്യ എന്ന് പറഞ്ഞ നടൻ അതുവരെ വന്ന സിനിമ വേലുണ്ടായിരുന്നു. അതിനു മുമ്പ് നന്ദ അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്. പിന്നെ അയൺ. പക്ഷെ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്ര കണ്ട് ഹൈ വോൾട്ടേജ് മാസ് ഹീറോ അല്ല. അതുപോലെ കാക്ക കാക്ക എടുത്ത അതിലും ഇത്ര മാസ് ഇല്ല. പക്ഷെ ഇതിലെന്ന് പറഞ്ഞാൽ മാസാണ്. ഹൈ വോൾട്ടേജ് മാസ്. ആ ഒരു ക്യാരക്ടറിന്റെ ഒരു പവർ നമുക്കങ്ങട് കിട്ടും. അതേപോലെ ഈ സിനിമത്തെ മ്യൂസിക് ആണെങ്കിലും ശരി, അതുപോലെ കാസ്റ്റിംഗ് വിവേക് ആണെങ്കിലും, അതുപോലെ അനുഷ്ക ശർമ്മ, അനുഷ്ക ഷെട്ടി, പ്രകാശ് രാജ്, അങ്ങനെ ഒരുപാട് പേര്. ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും അടിപൊളി ക്യാരക്ടറുകളും നല്ല അഭിനയം, എല്ലാവർക്കും നല്ല ക്യാരക്ടർ ഉണ്ട്. മൊത്തത്തിലൊരു അടിപൊളി മാസ് മസാല പടം 2010 നമുക്ക് കാണാൻ കഴിഞ്ഞു. പിന്നീട് ഇതിന്റെ രണ്ടാം ഭാഗം വന്നു സിംഘം 2. അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഒരുപക്ഷെ ഇതിനേക്കാൾ ഒന്നുകൂടെ സ്പീഡായി പോകുന്ന സിനിമയായിരിക്കും സിംഘം 2 എന്ന് ഞാൻ പറയും. സിംഘം 3 എനിക്ക് ഒട്ടും വർക്കാവാത്തൊരു സിനിമയായിരുന്നു ട്ടോ. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ സിംഘം 2ന്റെ റിവ്യൂ ഇടുന്നുണ്ട്. എനിക്ക് ഈ സിനിമ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. കാണാത്തവര് കുറവായിരിക്കും. സൂര്യയുടെ ആ മീശയും, ആ ലുക്കും, ആ ഒരു വരവും, നൃത്തവും, സംസാരവും ഒക്കെ വേറെ ലെവലാണ്. അതിലെ ബിജിഎം സിംഘം സിംഘം അതൊക്കെ വേറെ ലെവലാ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ ട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.